ഹായ് ഹലോ, ഇന്ന് തനുസിൻ്റെ പിറന്നാളിൻ്റെ ഒരു കുഞ്ഞ് ബർത്ത്ഡേ വ്ളോഗാട്ടോ ചെയ്യുന്നത്. തനുസ് രാവിലെ തന്നെ എണീറ്റിട്ട് മാറ്റാനുള്ള പണിയിൽ ഒക്കെയാണ്. അവൾക്ക് ഇങ്ങനെ മാറ്റാൻ അങ്ങനത്തെ ബ്യൂട്ടീഷ്യൻ പരിപാടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്മ മുടി കെട്ടി കൊടുത്ത് തീരെ നിന്ന് കൊടുക്കുന്നില്ല. പിന്നെ മുടി എങ്ങനെയൊക്കെയോ പോണിറ്റയിലൊക്കെ ആക്കി കെട്ടി, പിന്നെ ബെൽറ്റ് ഇട്ട്, പിന്നെ നമ്മളെ ഫൗണ്ടേഷൻ പരിപാടിയിലേക്കാണ്. അവൾക്ക് മേക്കപ്പ് ഇഷ്ടമാണ്, പക്ഷെ ഇങ്ങനത്തെ ഫൗണ്ടേഷൻ അങ്ങനത്തെ പരിപാടികളൊന്നും ഇഷ്ടമല്ല. പിന്നെ ഫൗണ്ടേഷൻ ഇട്ട്, പിന്നെ വള ഇട്ടതിൻ്റെ ഷോ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. വള ഇട്ടിട്ട് ഇങ്ങനെ കുലുക്കി കളിക്കുക, പിന്നെ ടാറ്റ കാണിക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ പിരിക എഴുതി, കണ്ണെഴുതി, കണ്ണിൻ്റെ മുകളിലായിരുന്നു ഒക്കെ ഒരുവിധം ഇഷ്ടമല്ല. അതിങ്ങനെ കുറേ സമയം ഉണങ്ങാൻ വെക്കുന്നതുകൊണ്ട് അത് ഇഷ്ടമല്ല. പിന്നെ ലിപ്സ്റ്റിക്ക് നിർബന്ധമാണ് ആൾക്ക്. പിന്നെ മുല്ലപ്പൂവൊക്കെ കെട്ടി എല്ലാ പരിപാടിയും കഴിഞ്ഞ് ലാസ്റ്റ് പൊട്ടും കൂടെ തൊട്ടപ്പോൾ ആൾ നല്ല സുന്ദരിയായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടന്ന്, അവിടെ ഏതെങ്കിലും ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നടന്നേനു. പക്ഷെ അവിടെ ഒന്നും ഫോട്ടോ എടുക്കാനുള്ള ക്ലാരിറ്റി ഉള്ളൊരു സ്ഥലമില്ലേനു. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ പോയി സൈബർ പാർക്കിലേക്കേനു പോയി. അവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഗ്രീനറി ഉള്ള സ്ഥലം കണ്ടപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്. ആൾക്ക് ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമാണ്, പക്ഷെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ വെറുപ്പാണ്, പിന്നെ വാശിയാണ്, പിന്നെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല. പക്ഷെ ഒരുവിധം ഞാൻ 4 ഫോട്ടോ ഒക്കെ എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്ത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അമ്പലത്തിനടുത്തെത്തി. ഈ അമ്പലം സൈബർ പാർക്കിൻ്റെ ഉള്ളിലാണ്. തൃക്കാപ്പറ്റാന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പോൾ കേരളത്തിൽ വെച്ചിട്ട് ഏറ്റവും ഉയരം കൂടിയ ശ്രീകോവിലാണിത്. അപ്പോൾ അവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് സ്റ്റെപ്പ് കയറാനുള്ള പരിപാടിന്. പാവാഴ ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് എനിക്ക് കയറാൻ. അത് ആൾക്കാരുടെ മുന്നിൽ നിന്നൊക്കെ വെള്ളപ്പൊക്കം പോലെ പിടിച്ച് പൊന്തിച്ച് കൊണ്ടുപോകുന്നത്. കഷ്ടപ്പെട്ടിട്ടാണ്, നിങ്ങൾ സ്റ്റെപ്പ് കയറുന്നതിനെ കണ്ടാൽ മനസ്സിലാവും, കഷ്ടപ്പെട്ടാണ് കയറുന്നത്. അങ്ങനെ സ്റ്റെപ്പ് ഒരുവിധമൊക്കെ കയറി ഞങ്ങൾ മുകളിലെത്താൻ ഇനിയും സമയങ്ങളെടുക്കുന്നതുകൊണ്ട് നല്ല സ്പീഡിലേക്ക് ലാസ്റ്റ് കയറി എങ്ങനെയൊക്കെയോ. എല്ലാവരും ഇവളെ ലുക്ക് കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നത്. പിന്നെ ഞങ്ങളൊരു നെയ്വിളക്ക് വാങ്ങിയിട്ട്, അവിടെ പിറന്നാളായതുകൊണ്ട് ഒരു നല്ല ദിവസം ആയതുകൊണ്ട് നെയ്വിളക്ക് വാങ്ങി അവിടെ കത്തിക്കാൻ നോക്കിയപ്പോൾ നമുക്ക് പേടിയായിരുന്നു. അപ്പം അച്ഛൻ കത്തിച്ചു കൊടുത്ത്. പിന്നെ നെയ്വിളക്ക് കത്തിച്ചതിന് ശേഷം അവിടെ വെച്ച്. ഇത് പുതിയ അമ്പലം പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പം അവിടെ ഫുള്ള് പണിത്തിരക്കായതുകൊണ്ടാണ് ഫുള്ള് മണ്ണ് അങ്ങനെയൊക്കെ കാണുന്നത്. അങ്ങനെ കുറച്ച് സമയം ആ നെയ്വിളക്ക് പിടിച്ച് പ്രാർത്ഥിച്ച്, പിന്നെ അപ്പുറത്തെ ഒരു നേച്ചിനെയൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ നെയ്വിളക്ക് അവിടെ വെക്കാൻ പറഞ്ഞപ്പോൾ അച്ഛൻ വെച്ചു കൊടുത്ത്. ഒക്കെ എത്തൂലല്ലോ, ഹൈറ്റ് ഇല്ലല്ലോ തീരെ, അതുകൊണ്ട് അവിടെ വെച്ചു കൊടുത്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നടേൻ്റെ അങ്ങോട്ടേക്ക് പോയി. ഭയങ്കര ഉയരമാണ് ദേവീനെ കാണണമെങ്കിൽ. അപ്പം അച്ഛൻ എടുത്തിട്ട് കാണിച്ചു കൊടുത്ത്. അപ്പോൾ വേറെ സ്ഥലങ്ങളിലൊക്കെ അവിടെ ഒരുപാട് ദൈവങ്ങൾ ചുറ്റിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ നിന്നൊക്കെ എടുത്ത്, ഇതാണ് ഇപ്പോൾ പണി നടക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്. നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെയായിരുന്നു. എന്താ പറയുക, ആ ടെമ്പിളിൻ്റെ ചുറ്റും നല്ല ആർട്ടിഫിഷ്യലായിട്ട് നല്ല രീതിയിലൊക്കെ ഭംഗിയുള്ള സ്ഥലങ്ങളേനു. അവിടെ പണി നടന്നതാ ഇങ്ങനെയാണ്. ഇപ്പോൾ ആ അമ്പലത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവിടെ പണിക്കാരൊക്കെ പണിയിലാണ്. പിന്നെ തനൂസ് പ്രസാദം വാങ്ങിയതിന് ശേഷം ചന്ദനവും പൂവും അങ്ങനത്തെ ഒക്കെ എത്തുന്നില്ല. അപ്പോൾ നമ്പൂരി കുഞ്ഞിന്നിട്ടൊക്കെ കൊടുത്തത്. അങ്ങനെ പൂവൊക്കെ വാങ്ങി. പിന്നെ പൂവ് വാങ്ങാൻ വേണ്ടി കൈ നീട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ പൂവ് കിട്ടി. പിന്നെ ചന്ദനം അച്ഛൻ തൊട്ടെടുത്ത്. ഒറ്റയ്ക്ക് തൊടാൻ അറിയാത്തതുകൊണ്ട് അച്ഛൻ ചന്ദനം തൊട്ടെടുത്ത്. പിന്നെ അവിടെ നിന്നാണ് അരവണേൻ്റെ ഇത് കണ്ട് അപ്പോഴേ അത് വാങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. അതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ പിന്നെ ഫോട്ടോ എടുത്ത്. പിറന്നാളായതുകൊണ്ടല്ലേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത്. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ആൾക്ക് അപ്പം തന്നെ ചടച്ചിട്ടുണ്ട് ഫോട്ടോ എടുത്തപ്പോൾ. പിന്നെ നിന്ന് തന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോസ് ഇതൊക്കെയാണ് കേട്ടോ. നല്ല ക്ലാരിറ്റിയുള്ള സ്ഥലങ്ങളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു എടുക്കുമ്പോൾ കാണാൻ. അപ്പോൾ കുറേ ഫോട്ടോസ് അവിടെ നിന്ന് എടുത്ത് ഇരുന്നിട്ടും കിടന്നിട്ടും എല്ലാം എടുത്തിട്ടുണ്ട്. അവൾക്ക് അപ്പോഴൊന്നും ഫോട്ടോ എടുക്കുമ്പോൾ പ്രശ്നമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അങ്ങോട്ട് പോയപ്പോഴൊക്കെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാൻ പോയപ്പോൾ അവിടെ നിന്ന് പിന്നെ വേറൊരു സ്ഥലം കണ്ട് അവിടെ നിന്ന് പിന്നെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഒരു സ്ഥലം കണ്ട്. അവിടെ എന്താ പറയുക, ബിൽഡിംഗ് ഉള്ള സ്ഥലം. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് കിട്ടുന്ന രീതിയിൽ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചത്. പക്ഷെ എങ്ങനെ വിചാരിച്ചാൽ അങ്ങനെ കിട്ടുന്നില്ല. പിന്നെ ഞങ്ങൾ സ്കൈ മുകളിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് അങ്ങനെ എടുത്തു നോക്കി. നല്ല രസമുണ്ടായിരുന്നു ആ ഫോട്ടോസൊക്കെ കാണാൻ. അപ്പോഴേക്ക് തൊട്ടാവാടീൻ്റെ പൂവെടുത്ത് അതിലെ മുകളിലായി സർക്കസ്. എന്നിട്ട് കയ്യിലും ഉള്ളൊക്കെ കൊള്ളിയിട്ട് ചോരയൊക്കെ വന്നിട്ട് തുള്ളി. പിന്നെ പോകുന്ന നോക്കി പിന്നെയും ഫോട്ടോ എടുത്ത്.
അങ്ങനെ ഫോട്ടോ അതിന് മൊത്തം. അപ്പോൾ ആൾക്ക് മൊത്തത്തിൽ ചടപ്പായി. പിന്നെ ഞങ്ങളൊരു വീഡിയോ ആക്കി. ആ വീഡിയോയിൽ ഇങ്ങനെ നടന്നു പോകുന്നത് പാവാടി അതിനോണ്ട് ഒക്കെ ഭയങ്കര ചടപ്പിന്. പിന്നെ മുഖമൊക്കെ ഉണ്ടാവും മാറി ദേഷ്യം പിടിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത്. പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ പോയി ചായ കുടിച്ച് രാവിലെ. പിന്നെ ഞങ്ങൾ മുട്ടായി വാങ്ങാൻ വേണ്ടിയിട്ട് കയറി. അവിടെ മുട്ടായിലേക്കൊന്നല്ലേ ഓരോ സാധനങ്ങളിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഇങ്ങനെ വാങ്ങാൻ വേണ്ടിയുള്ള കളിക്കുക. നോക്കോളം മുട്ടായിയൊന്നും നോക്കണ്ട. പിന്നെ ഞങ്ങൾ 10 രൂപേന് 2 മുട്ടായി വാങ്ങി. വീട്ടിൽ വന്നിട്ട് ഡ്രസ്സ് മാറിയിട്ട് എല്ലാ വീട്ടിലേക്കും മുട്ടായി എടുക്കാൻ വേണ്ടി പോയി. പിന്നെയാണ് ഞങ്ങളെ കേക്ക് വന്നു. 1:30 ആകുമ്പോൾ കേക്ക് വന്നു. നോക്ക് ഡോറാബുജി വെച്ച ജീവനാണ്. അപ്പോൾ ഡോറാബുജി ഉണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നോക്ക് അവളെല്ലാ എപ്പിസോഡും കാണും. കണ്ട തന്നെ പിന്നെയും കാണും. അതിൻ്റെ ഭ്രാന്താണ്. അപ്പം തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം. ഡോറ, ബുജ്ജി, കുരുന്നരി എന്നൊക്കെ പറഞ്ഞ് നല്ല ഹാപ്പിയാണ് ആൾ. പിന്നെ കേക്ക് മുറിച്ച്. കേക്ക് സ്വന്തം തന്നെ മുറിച്ചോളാം, വേറെ ആരും സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് സ്വന്തം തന്നെ മുറിച്ച്. ഞങ്ങൾ ഇപ്രാവശ്യം ഓള് പിന്നെ പറഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു കേക്ക് വാങ്ങിയിട്ട് ആഘോഷിച്ചാണ്. 5ാമത്തെ പിറന്നാളൊക്കെ ഗ്രാൻഡായിട്ട് ആഘോഷിച്ചു. അപ്പോഴേക്കും ആ കേക്കാണ് വീത്തിട്ട്. എന്നിട്ട് ഫസ്റ്റ് തന്നെ എനിക്ക് കൊണ്ടു തന്നെ. എന്നിട്ട് ഞാൻ കഴിച്ച്. പിന്നെ കേക്ക് നല്ല ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ്. ഒക്കെ ഡോറാബുജിയാണ് കൂടുതലായി ഇഷ്ടപ്പെട്ടത്. എന്നിട്ട് തനിസ് എന്തായാലും നല്ല ഹാപ്പിയാണ് കേക്കൊക്കെ മുറിച്ചപ്പോൾ. അങ്ങനെ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ബൈ.